വെൽക്കം ബാക്ക് ടു സ്റ്റഡി ലിറ്ററേച്ചർ. ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുള്ള ടോപ്പിക് എന്നുള്ളത് മൊഡ്യൂൾ ഫസ്റ്റിലെ ലിറ്റററി തിയറിയിലെ റിപ്രഷൻ, കൾച്ചർ, ഹെജ്മണി, ഐഡിയോളജി, മോഡേണിറ്റി, പബ്ലിക് സ്ഫിയർ എന്നീ ടോപ്പിക്സാണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുള്ളത്. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് പറയാം. ആദ്യം തന്നെ പറയാനുള്ളത് റിപ്രഷൻ എന്നാൽ എന്താണെന്നാണ് പറയാൻ പോകുന്നുള്ളത്. ലിറ്റററി തിയറിയിൽ റിപ്രഷൻ എന്താണെന്ന് വെച്ചാൽ ഒരു നേരത്തെ പറഞ്ഞ പോലെ റിഗ്രഷൻ പറഞ്ഞ പോലെ തന്നെ ഒരു സൈക്കോളജിക്കൽ ഡിഫൻസ് മെക്കാനിസമാണ്. ഒരു ക്യാരക്ടർ എന്ത് ചെയ്യുന്നുണ്ട്, അൺകോൺഷ്യസ്ലി പുഷസ് അവേ പെയിൻഫുൾ മെമ്മറീസ്, തോട്ട്സ്, ഇമോഷൻസ്. കോൺഷ്യസ് അവെയർനെസ്സിൽ നിന്നും അൺകോൺഷ്യസ്ലി പെയിൻഫുൾ മെമ്മറീസിലേക്കും അതുപോലെ തന്നെ തോട്ട്സിലേക്കും ഇമോഷൻസിലേക്കും പോവുകയാണ്. പലപ്പോഴും അവരുടെ ബിഹേവിയറിൽ ഇത് പ്രകടമാകുന്നുണ്ട്, മാനിഫെസ്റ്റിംഗ് പറഞ്ഞാൽ പ്രകടമാകുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ മറ്റുള്ളവരുമായിട്ടുള്ള ഇൻട്രാക്ഷൻസിൽ ഇത് ഇമ്പാക്റ്റ് ചെയ്യുന്നുമുണ്ട്. അതുപോലെ തന്നെ സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ സൈക്കോ അനാലിറ്റിക് തിയറിയിൽ നിന്നാണ് ഈ ഒരു റിപ്രഷൻ എന്നുള്ളത്. റിപ്രഷൻ സംഭവിക്കുന്നുള്ളത് ക്യാരക്ടേഴ്സിൻ്റെ കോൺഷ്യസ് അവെയർനെസ് കൂടാതെയാണ് ഈ ഒരു റിപ്രഷൻ ഹാപ്പൻസ് ചെയ്യുന്നുള്ളത്. അതുപോലെ തന്നെ ഓതേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, റിപ്രഷൻ യൂസ് ചെയ്യുന്നുണ്ട്. എന്തിനെന്ന് വെച്ചാൽ ക്യാരക്ടേഴ്സിൻ്റെ ആ ഒരു ഡെപ്ത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഷോ ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ആ ഒരു ട്രോമ അവർക്ക് അല്ലെങ്കിൽ ആ ഒരു ഡിസയേഴ്സ് അവരുടെ ആക്ഷൻസിലും റിലേഷൻഷിപ്പിലൊക്കെ എങ്ങനെയാണ് പ്രകടമാകുന്നത് എന്ന് ഷോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്യാരക്ടേഴ്സിനെ ഡെപ്തായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റിപ്രഷൻ ഓതേഴ്സ് യൂസ് ചെയ്യുന്നുള്ളത്. റിപ്രസ്ഡ് ഇമോഷൻസ് സിംബലൈസ് ചെയ്തെന്നുള്ളത് റിക്യൂറിങ് മോട്ടീവ്സിലൂടെയും ഡ്രീംസിലൂടെയൊക്കെയാണ്. റിക്യൂറിങ് മീൻസ് ആവർത്തിച്ച് വരുന്ന മോട്ടീവ്സിലൂടെയും അതുപോലെ തന്നെ ഡ്രീംസിലൂടെയൊക്കെയാണ് റിപ്രസ്ഡ് ഇമോഷൻസ് സിംബലൈസ് ചെയ്യുന്നുള്ളത്. ഇതിന് ലിറ്ററേച്ചറിൽ ഒരു എക്സാമ്പിൾ എടുത്തു നോക്കുകയാണെങ്കിൽ ദ യെല്ലോ വാൾപേപ്പർ ബൈ ചാർലോട്ട് പെർക്കിൻസ് ഗിൽമാൻ എഴുതിയിട്ടുള്ള ആ ഒരു യെല്ലോ വാൾപേപ്പർ എന്നുള്ളതാണ് ഈ ഒരു ലിറ്ററേച്ചറിൽ എക്സാമ്പിൾ വരുന്നുള്ളത്. ഇതൊരു പ്രോട്ടോഗണിസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു റൂമിൽ ട്രാപ്പ് ചെയ്യുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ സപ്പോസ്ഡ് ഇൽനെസ് കാരണമായിട്ട്. അങ്ങനെ അവൻ്റെ ആ ഒരു റിപ്രസ്ഡ് ഫ്രസ്ട്രേഷനും ആൻസൈറ്റിയൊക്കെ ആ ഒരു ഒബ്സഷനിൽ പ്രകടമാവുന്നുണ്ട് വിത്ത് ദ യെല്ലോ വാൾപേപ്പറിൽ നോക്കുന്ന സമയത്ത് അവന് ആ ഒരു ഫ്രസ്ട്രേഷനും ആൻസൈറ്റിയൊക്കെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി ലിറ്റററി തിയറിയിൽ കൾച്ചർ എന്താണെന്ന് വെച്ചാൽ ഷെയർഡ് ബിലീഫ്സ്, കസ്റ്റംസ്, വാല്യൂസ് അതുപോലെ തന്നെ പ്രാക്ടീസസ് ഓഫ് പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ദാറ്റ് ആർ എംബഡഡ് വിത്തിൻ എ ലിറ്റററി ടെക്സ്റ്റ്. അതുപോലെ തന്നെ ഇൻഫ്ലുവൻസിങ് ദ തീംസ്, ക്യാരക്ടേഴ്സ്, അതുപോലെ തന്നെ വർക്കിൻ്റെ ഓവറോൾ മീനിങ്. ഇതൊക്കെയാണ് ഒരു ലിറ്റററി തിയറി എടുത്തു നോക്കുകയാണെങ്കിൽ കൾച്ചർ എന്ന് പറയുന്നുള്ളത്. ഇനി ഇതിൻ്റെ കീ പോയിൻറ്റ്സ് എടുത്തു നോക്കുകയാണെങ്കിൽ ബ്രോഡ് സ്കോപ്പ്. കൾച്ചർ പറയുന്നത് കൾച്ചറിൽ ജസ്റ്റ് ഹൈ ആർട്ട് മാത്രമല്ല ഇൻക്ലൂഡ് ആവുന്നുള്ളത്, ഓൾസോ എവറിഡേ പ്രാക്ടീസസ്, സോഷ്യൽ ഹൈറാർക്കീസ്, ലാംഗ്വേജ് ആൻഡ് പോപ്പുലർ കൾച്ചറൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. പിന്നെ പറയുന്നുള്ള കാര്യം എന്നുള്ളത് ലിറ്റററി ക്രിറ്റിക്സ് യൂസ് ചെയ്യുന്നുള്ളത് കൾച്ചറൽ അനാലിസിസ് ആണ്. എന്തിനു വേണ്ടിയെന്ന് വെച്ചാൽ എങ്ങനെയാണ് ലിറ്ററേച്ചർ കൾച്ചറൽ ഐഡിയോളജീസിനെയും ഇൻക്ലൂഡിങ് ജെൻഡർ റോൾസ്, റേസ്, ക്ലാസ്, സെക്ഷുവാലിറ്റി ഇൻക്ലൂഡ് ആയിട്ടുള്ള കൾച്ചറൽ ഐഡിയോളജീസിനെ ഡോമിനൻറ്റ് ചാലഞ്ചസ് എങ്ങനെയാണെന്ന് ലിറ്ററേച്ചറിനെ നോക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ലിറ്റററി ക്രിറ്റിക്സ് കൾച്ചറൽ അനാലിസിസ് യൂസ് ചെയ്യുന്നുണ്ട്. കോണ്ടെക്സ്ച്വൽ അണ്ടർസ്റ്റാൻഡിങ്. അനലൈസിങ് എ ടെക്സ്റ്റ് ത്രൂ ഇറ്റ്സ് കൾച്ചറൽ കോണ്ടെക്സ്റ്റ് ഈസ് ക്രൂഷ്യൽ. ഒരു ടെക്സ്റ്റ് അനലൈസ് ചെയ്യുക എന്നുള്ളത് കൾച്ചറൽ കോണ്ടെക്സ്റ്റിലൂടെ അനലൈസ് ചെയ്യുക എന്നുള്ളത് ഒരു ക്രൂഷ്യലായ തിങ്ങാണ് ടു ഫുള്ളി കോംപ്രഹെൻഡ് ഇറ്റ്സ് മീനിങ് ആൻഡ് സിഗ്നിഫിക്കൻസ്. ഇൻ്റർ ഡിസിപ്ലിനറി അപ്രോച്ച്. കൾച്ചറൽ സ്റ്റഡീസ് എന്ത് ചെയ്യുന്നുണ്ട്, ലിറ്റററി തിയറിയിൽ നിന്ന് ആന്ത്രോപോളജി എന്ന ഫീൽഡും അതുപോലെ തന്നെ സോഷ്യോളജി, ഹിസ്റ്ററി എന്ന ഫീൽഡൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ പലപ്പോഴും അനാലിസിസിന് വേണ്ടിയിട്ടാണ് ഇത് ഇൻഫോം ചെയ്യുന്നത്. ഇനി എക്സാമ്പിൾസ്, ഹൗ കൾച്ചർ ഈസ് എക്സാമിൻഡ് ഇൻ ലിറ്റററി തിയറിയിൽ എങ്ങനെയാണ് കൾച്ചർ എന്നതിൻ്റെ എക്സാമ്പിൾസ് എങ്ങനെയാണെന്ന് വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു വർക്കിൽ വുമണിനെ ചിത്രീകരിച്ച് വിശകലനം ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അണ്ടർസ്റ്റാൻഡ് സൊസൈറ്റൽ ജെൻഡർ റോൾസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു നോവൽ എന്ത് ചെയ്യുന്നുണ്ട്, വുമണിനെ ചിത്രീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കൊളോണിയലിസത്തിൻ്റെ ഇമ്പാക്റ്റ് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. പോസ്റ്റ് കൊളോണിയൽ ടെക്സ്റ്റിലുള്ള കൊളോണിയലിസത്തിൻ്റെ ഇമ്പാക്റ്റിനെ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്.
പെർട്ടിക്കുലർ ഹിസ്റ്റോറിക്കൽ പീരീഡിൽ ക്ലാസ് ടെൻഷൻസിനെ റിഫ്ലക്റ്റ് ചെയ്യുന്നത് ടെക്സ്റ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് എക്സാമിൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻ്റർപ്രറ്റിംഗ് സിംബലിസത്തിനെ വ്യക്തമാക്കുന്നുണ്ട്. ഏതിനെ ബേസ് ചെയ്തുകൊണ്ട്? കൾച്ചറൽ ബിലീഫ്സും പ്രാക്ടീസസിനെ ബേസ് ചെയ്തുകൊണ്ട് സിംബലിസത്തിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കൾച്ചർ എന്ന ലിറ്റററി തിയറിയിൽ കൾച്ചറിനെ ഇത്രയൊക്കെയാണ് പറയുന്നുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക് എടുത്ത് നോക്കുകയാണെങ്കിൽ എന്തൊക്കെ പറയുന്നത് നോക്കാം. ഹെജ്മണിയാണ് നെക്സ്റ്റ് നോക്കാൻ പോകുന്നുള്ളത്. ലിറ്റററി തിയറിയിൽ ഹെജ്മണി എന്നത് ഒരു ഗ്രൂപ്പിൻ്റെ മേൽ അനദർ ഗ്രൂപ്പിൻ്റെ മേൽ ഒരു ഗ്രൂപ്പിനുള്ള ഡോമിനൻസ് ആണ്. പലപ്പോഴും അത് കൾച്ചറിലൂടെയും അതുപോലെ തന്നെ ഐഡിയോളജിക്കലിലൂടെയും പൊളിറ്റിക്കലിലൂടെയൊക്കെയാണ് ഈ ഒരു മറ്റൊരു ഗ്രൂപ്പിൻ്റെ മുകളിൽ ഒരു ഗ്രൂപ്പിനുള്ള ഡോമിനൻസ് എന്ന് പറയുന്നുള്ളത്. ഇത് ഇൻവോൾവ് ചെയ്യുന്നുള്ളത് വേൾഡ് വൈഡായിട്ട് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കൺട്രോൾ ഓഫ് മീഡിയ ആൻഡ് എഡ്യൂക്കേഷൻ. ഇനി ഇതെങ്ങനെയാണ് ഹെജ്മണി വർക്ക് ചെയ്യുന്നുള്ളത് നോക്കുകയാണെങ്കിൽ കൾച്ചറൽ ഹെജ്മണി, ദ റൂളിംഗ് ക്ലാസ് ഷേപ്സ് ദ കൾച്ചർ ഓഫ് സൊസൈറ്റിയെ റൂളിംഗ് ക്ലാസ് ഷേപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതുകൊണ്ട് തന്നെ ഇത് വേൾഡ് വൈഡ് ബിക്കംസ് ദ നോം. ലിറ്റററി കാനോൺ എടുക്കുകയാണെങ്കിൽ ഹെജ്മണിക് ഫോഴ്സസ് എന്ത് ചെയ്യുന്നുണ്ട്? ലിറ്റററി കാനോണെ ഷേപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വിച്ച് ഈസ് ദ ബോഡി ഓഫ് വർക്ക്സ് കൺസിഡേർഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻ എ കൾച്ചർ. ഇത് കാരണം സബോർഡിനേറ്റ് ഗ്രൂപ്പ്സ് എന്ത് ചെയ്യുന്നുണ്ട്? എക്സ്ക്ലൂഷൻ ഓഫ് വർക്ക്സ്. ഈ ഒരു കൾച്ചറിൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വർക്ക്സ് കൺസിഡർ ചെയ്യുന്നത് കാരണമായിട്ട് സബോർഡിനേറ്റ് ഗ്രൂപ്പ്സ് എന്ത് ചെയ്യുന്നുണ്ട്? എക്സ്ക്ലൂഷൻ ഓഫ് വർക്ക്സ് ചെയ്യുന്നുണ്ട്. ഇനി ഹെജ്മണിക്ക് എക്സാമ്പിൾസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ദ റൈസ് ഓഫ് ഇംഗ്ലീഷിൻ്റെ റൈസ് എന്നുള്ളത് ഇംഗ്ലീഷ് ബിക്കം എ ഹെജ്മണിക് ലാംഗ്വേജ് ആണ്. ഏതിലൊക്കെ കൂടിയിട്ടാണ്? കൊളോണിയലിസത്തിലൂടെയും ലിംഗ്വിസ്റ്റിക് എക്സ്പാൻഷനിസത്തിലൂടെയും അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ റവല്യൂഷനിലൂടെയും ഈ ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ത് ചെയ്യുന്നുണ്ട്? ഹെജ്മണിക് ആവുകയാണ് ചെയ്യുന്നുള്ളത്. അതുപോലെ തന്നെ ഹെജ്മണിക് മസ്കുലിനിറ്റി എ ഫ്രെയിംവർക്ക് ഫോർ അണ്ടർസ്റ്റാൻഡിങ് ഹൗ ജെൻഡർ ഇനിക്വാലിറ്റീസ് പ്രൊഡ്യൂസർ ആൻഡ് റീപ്രൊഡ്യൂസർ. എങ്ങനെയാണ് ജെൻഡർ ഇനിക്വാലിറ്റീസ് പ്രൊഡ്യൂസും റീപ്രൊഡ്യൂസും ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഇനി ഈ ഒരു വർക്ക് ഒറിജിൻ ചെയ്തിട്ടുള്ളത് ഗ്രീക്ക് വേർഡിൽ നിന്നാണ്. ഇതിൻ്റെ മീനിങ് എന്നുള്ളത് അതോറിറ്റി ഓർ ലീഡർ എന്നാണ്. ലീഡർ എന്നാണ് ഈ ഒരു ഗ്രീക്ക് വേർഡിൻ്റെ മീനിങ് ആയിട്ട് വരുന്നുള്ളത്. ഹെജ്മണി എന്നുള്ള വേർഡ് ഗ്രീക്ക് വേർഡിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ഇറ്റ് ബിക്കം പ്രൊമിനൻ്റ് ഇൻ കൾച്ചറൽ തിയറി. ഈ ഒരു ഹെജ്മണി എന്നുള്ളത് കൾച്ചറൽ തിയറിയിൽ പ്രൊമിനൻ്റ് ആണ്. ഏതിനു ശേഷം? ആഫ്റ്റർ ദ പബ്ലിക്കേഷൻ ഓഫ് ആൻ്റോണിയോ ഗ്രാംസീസ് പ്രിസൺ നോട്ട്ബുക്സ് ഇൻ 1926 to 37. ഈ ഒരു ഹെജ്മണി പറയുന്നത് പലപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നുള്ളത് നിയമാനുസൃതമായ നോംസിനെയും ഐഡിയാസിനെയാണ്. അതുപോലെ തന്നെ ഇറ്റ് ക്യാൻ ബി അച്ചീവ്ഡ് ത്രൂ ദ ഡിസപ്പിയറൻസ് ഓഫ് അൾട്ടർനേറ്റീവ് ഐഡിയാസിൻ്റെ ഡിസപ്പിയറൻസിലൂടെ ഇത് അച്ചീവ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇറ്റ് ക്യാൻ ബി എ ഫോം ഓഫ് ബ്രെയിൻ വാഷിംഗ്. സോ ഈ ഒരു ലിറ്റററി തിയറിയിൽ കൾച്ചർ എന്ന് പറയുന്നത് ഇത്രയൊക്കെ കാര്യങ്ങളാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക് എടുത്ത് നോക്കുകയാണെങ്കിൽ എന്തൊക്കെ പറയുന്നത് നോക്കാം. ഇൻ ലിറ്റററി തിയറി ഐഡിയോളജി എന്ന് പറയുന്നത് ഈസ് എ സിസ്റ്റം ഓഫ് ബിലീഫ്സ്, വാല്യൂസ് ആൻഡ് ഐഡിയാസ്. ഇത് ഏതിനെയാണ് ഷേപ്സ് ചെയ്യുന്നുള്ളത്? ഹൗ പീപ്പിൾ അണ്ടർസ്റ്റാൻഡ് ദ വേൾഡ് അറൗണ്ട് ദം. നമ്മുടെ ചുറ്റുമുള്ള വേൾഡിനെ പീപ്പിൾ എങ്ങനെയാണ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുള്ളത് എന്നതിനെ ഈ ഒരു ഐഡിയാസും വാല്യൂസും ബിലീഫ്സൊക്കെ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഈ ഒരു ഐഡിയോളജി എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ഓൾസോ റെഫർ ടു എ സെറ്റ് ഓഫ് ഐഡിയാസ് ആണ്. അതെന്തിനെ ജസ്റ്റിഫൈ ചെയ്യുന്നു? എ ഗ്രൂപ്പ്സ് പവർ, ഒരു ഗ്രൂപ്പിൻ്റെ പവറിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന ഇല്ലെങ്കിൽ ലെജിറ്റിമൈസ് ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് ഐഡിയാസ് ആണ് ഈ ഒരു ഐഡിയോളജി എന്ന് പറയുന്നത്. ഇനി ലിറ്റററി തിയറിയിൽ ഐഡിയോളജിൻ്റെ യൂസ് എന്നുള്ളത് ഇൻ്റർപ്രറ്റിംഗ് ലിറ്ററേച്ചറിനെ വിശകലനം ചെയ്യുന്നു എന്നുള്ളതാണ്. ഐഡിയോളജി ഹെൽപ്സ് റീഡേഴ്സിനെയും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ക്രിട്ടിക്സിനെയും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? അണ്ടർസ്റ്റാൻഡ് ഹൗ ലിറ്ററേച്ചർ റീഇൻഫോഴ്സസ് ശക്തിപ്പെടുത്തുന്നതും അതുപോലെ തന്നെ പ്രതിഫലിക്കുന്നതും അതുപോലെ തന്നെ വെല്ലുവിളിക്കുന്നതും ഏതിനെയൊക്കെ? ഡോമിനൻ്റ് ബിലീഫ്സിനെയും ഡോമിനൻ്റ് ബിലീഫ്സിനെയും എങ്ങനെയാണ് ചലഞ്ച് ചെയ്യുന്നുള്ളത് ഇല്ലെങ്കിൽ റീഇൻഫോഴ്സസ് ചെയ്യുന്നത്, ശക്തിപ്പെടുത്തുന്നുള്ളത് ഇല്ലെങ്കിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നുള്ളത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് റീഡേഴ്സിനെയും ക്രിട്ടിക്സിനെയും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ ഒരു ഐഡിയോളജി എന്ന് പറയുന്നുള്ളത്. അപ്പോൾ ലിറ്ററേച്ചറിൽ ഐഡിയോളജീൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ഇനി അണ്ടർസ്റ്റാൻഡിങ് സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ഇഷ്യൂസ്, പേഴ്സണൽ ഐഡൻറ്റിറ്റിയെയും സൊസൈറ്റൽ സ്ട്രക്ചേഴ്സിനെയും എങ്ങനെയാണ് കൾച്ചറൽ പൊളിറ്റിക്കൽ സോഷ്യൽ ഇഷ്യൂസ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഐഡിയോളജി ഈ ഒരു കാര്യത്തിൽ.
ഈ ഒരു പേഴ്സണൽ ഐഡൻറ്റിറ്റിയെയും സോഷ്യൽ സ്ട്രക്ചേഴ്സിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കൾച്ചറൽ പൊളിറ്റിക്കൽ സോഷ്യൽ ഇഷ്യൂസിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു ഐഡിയോളജി എന്ന് പറയുന്നത്. നെക്സ്റ്റ്, എക്സാമിനിങ് പവർ ഡൈനാമിക്സ്. ഐഡിയോളജി ഹെൽപ്സ് എക്സ്പ്ലെയിൻ ഹൗ പവർ ഈസ് നെഗോഷിയേറ്റഡ് ആൻഡ് എക്സസൈസ്ഡ് വിത്തിൻ റിലേഷൻഷിപ്സിലൂടെയും ഓർഗനൈസേഷൻസിലൂടെയും അതുപോലെ തന്നെ സൊസൈറ്റീസിലൂടെയും എങ്ങനെയാണ് ഈ ഒരു പവർ നെഗോഷിയേറ്റഡ് ചെയ്യുന്നത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഐഡിയോളജി ഈ ഒരു കാര്യത്തിൽ. ഇനി നമുക്ക് നെക്സ്റ്റ് മാർക്സിസ്റ്റ് ലിറ്റററി ക്രിറ്റിസിസം എന്താണെന്ന് നോക്കാം. മാർക്സിസ്റ്റ് ലിറ്റററി ക്രിറ്റിസിസം പലപ്പോഴും ഐഡിയോളജി എന്ന ടേമിൽ യൂസ് ചെയ്യാറുണ്ട്. ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ഐഡിയോളജി എന്ന് പറയുന്നത് സെറ്റ് ഓഫ് സ്ട്രാറ്റജീസ് ആണ്. എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുള്ള ഡോമിനൻ്റ് പവർ ലെജിറ്റിമൈസ് നിയമാനുസൃതം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സെറ്റ് ഓഫ് സ്ട്രാറ്റജീസ് ആണ് ഐഡിയോളജി എന്ന് പറയുന്നുള്ളത്. അതുപോലെ തന്നെ മാർക്സ് ബിലീവ് ചെയ്യുന്നുള്ളത് ലിറ്റററി ഈസ് എ ഫോം ഓഫ് ഐഡിയോളജി ദാറ്റ് സപ്പോർട്ട്സ് ദ ഐഡിയോളജീസ് ഓഫ് ദ റൂളിംഗ് ക്ലാസ്. ഐഡിയോളജീസ് ഓഫ് ദ റൂളിംഗ് ക്ലാസ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ഫോം ഓഫ് ഐഡിയോളജിയാണ് ലിറ്ററേച്ചറിൽ ഐഡിയോളജി എന്നാണ് ഈ ഒരു മാർക്സ് ബിലീവ് ചെയ്യുന്നുള്ളത്. അതുപോലെ തന്നെ ഐഡിയോളജി ക്യാൻ ഓൾസോ റെഫർ ടു എ സെറ്റ് ഓഫ് ഐഡിയാസ് ആണ് ദാറ്റ് ആർ കോൺഷ്യസ്ലി ഓർ അൺകോൺഷ്യസ്ലി ഹെൽഡ്. കോൺഷ്യസ്ലി അല്ലെങ്കിൽ അൺകോൺഷ്യസ്ലി ഹെൽഡ് ചെയ്യുന്ന സെറ്റ് ഓഫ് ഐഡിയാസ് ആണ് ഐഡിയോളജി മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ. അതുപോലെ തന്നെ ഇറ്റ് ക്യാൻ ഓൾസോ റെഫർ ടു എ സിസ്റ്റം ഓഫ് ഐഡിയാസ് ദാറ്റ് റിക്കമെൻഡ്, ജസ്റ്റിഫൈ ഇല്ലെങ്കിൽ എൻഡോസ് കളക്റ്റീവ് ആക്ഷൻ. ലിറ്റററി തിയറിയിൽ മോഡേണിറ്റി റെഫർ ചെയ്യുന്നുള്ളത് ഹിസ്റ്റോറിക്കൽ പീരിയഡ് ക്യാരക്ടറൈസ്ഡ് ബൈ റാപ്പിഡ് സൊസൈറ്റൽ ചേഞ്ചസ് ലൈക്ക് ഇൻഡസ്ട്രിയലൈസേഷൻ, അർബനൈസേഷൻ. ഇൻഡസ്ട്രിയലൈസേഷനും അർബനൈസേഷനും പോലെയുള്ള പെട്ടെന്നുള്ള സൊസൈറ്റൽ ചേഞ്ചസ് ക്യാരക്ടറൈസ് ചെയ്തിട്ടുള്ള ഹിസ്റ്റോറിക്കൽ പീരീഡിനെയാണ് ഈ ഒരു മോഡേണിറ്റി എന്ന് പറയുന്നത്. ഇത് റിഫ്ലക്റ്റ് ചെയ്യുന്നുള്ളത് ലിറ്ററേച്ചറിൽ ത്രോ എ മൂവ്മെൻറ്റ് കോൾഡ് മോഡേണിസം എന്ന് വിളിക്കപ്പെടുന്ന മൂവ്മെൻ്റാണ് ലിറ്ററേച്ചറിൽ ഇത് റിഫ്ലക്റ്റ് ചെയ്യുന്നുള്ളത്. പലപ്പോഴും ഫ്യൂച്ചേഴ്സ് ആയിട്ടുള്ള തീംസ് ഓഫ് അലിയനേഷൻ, ഫ്രാഗ്മെൻറ്റേഷൻ, അതുപോലെ തന്നെ ക്വസ്റ്റ്യനിങ് ഓഫ് ട്രഡീഷണൽ വാല്യൂസ് ഒക്കെയാണ് ഉണ്ടാവാറ്. അതുപോലെ തന്നെ റൈറ്റേഴ്സ് സോർട്ട് ചെയ്യുന്നുള്ളത് അന്വേഷിക്കുന്നത് ടു ക്യാപ്ചർ ദ കോംപ്ലക്സിറ്റീസ് ഓഫ് ദ മോഡേൺ വേൾഡ് ത്രൂ എക്സ്പെരിമെൻ്റൽ ഫോംസ് ആൻഡ് ടെക്നിക്സ്. എക്സ്പെരിമെൻ്റൽ ഫോംസിലൂടെയും ടെക്നിക്സിലൂടെയും മോഡേൺ വേൾഡ് കോംപ്ലക്സിറ്റീസ് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് റൈറ്റേഴ്സ് സോർട്ട് ചെയ്യുന്നുള്ളത്, അന്വേഷിക്കുന്നുള്ളത്. മോഡേണിറ്റി യൂഷ്വലി അസോസിയേറ്റഡ് ചെയ്തിട്ടുള്ളത് ലേറ്റ് 19th ആൻഡ് ഏർലി 20th സെഞ്ച്വറീസിലാണ്. മാർക്ക്ഡ് ബൈ ദ റൈസ് ഓഫ് ക്യാപിറ്റലിസം, ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്, അതുപോലെ തന്നെ ചേഞ്ചിങ് സോഷ്യൽ സ്ട്രക്ചേഴ്സ് എല്ലാം മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു ഏർലി 20th സെഞ്ച്വറിയിലും ലേറ്റ് 19th സെഞ്ച്വറിയിലാണ് യൂഷ്വലി ഈ ഒരു മോഡേണിറ്റി അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത്. ലിറ്റററി ക്യാരക്ടറിസ്റ്റിക്സ് എടുത്തു നോക്കുകയാണെങ്കിൽ മോഡേണിസ്റ്റ് ലിറ്ററേച്ചർ പലപ്പോഴും എംപ്ലോയ്സ് ടെക്നിക്സ് ലൈക്ക് സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ്, അൺറിലയബിൾ നെറേറ്റേഴ്സ്, ഫ്രാഗ്മെൻറ്റഡ് നെറേറ്റീവ്സ്, അതുപോലെ തന്നെ ഫോക്കസ് ഓൺ ഇൻഡിവിജ്വൽ സബ്ജക്റ്റിവിറ്റി. എന്തുകൊണ്ടാണ് ഈ ഒരു ഇൻഡിവിജ്വൽ സബ്ജക്റ്റിവിറ്റി ഫോക്കസ് ചെയ്യുന്നത് വെച്ചാൽ മോഡേൺ ലൈഫിലെ കോംപ്ലക്സിറ്റീസ് ചിത്രീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇൻഡിവിജ്വൽ സബ്ജക്റ്റിവിറ്റി ഫോക്കസ് ചെയ്യുന്നുള്ളത്. അതുപോലെ തന്നെ തീംസ് മോഡേണിസ്റ്റ് ലിറ്ററേച്ചറിൽ മെയിനായിട്ടുണ്ടാവുന്ന തീംസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഡിസിലേഷൻമെൻറ്റ്, എക്സിസ്റ്റനൽ ആംഗസ്റ്റ് മീൻസ് ഉത്കണ്ഠ, ദ ലോസ് ഓഫ് മീനിങ്, അതുപോലെ തന്നെ ആൻഡ് ദ സ്ട്രഗിൾ ടു ഫൈൻഡ് വൺസ് പ്ലേസ് ഇൻ എ റാപ്പിഡ്ലി ചേഞ്ചിങ് വേൾഡ്. പെട്ടെന്ന് ചേഞ്ച് ആയിക്കൊണ്ട് നിൽക്കുന്നുള്ള ഈ ഒരു വേൾഡിൽ ഒരാളുടെ ഫൈൻഡ് വൺസ് ഒരാളുടെ പ്ലേസ് ഫൈൻഡ് ചെയ്യുന്നതിൽ സ്ട്രഗിൾ ചെയ്യുന്നത്. എക്സാമ്പിൾസ് ഓഫ് മോഡേണിസ്റ്റ് റൈറ്റേഴ്സ്. ആരൊക്കെയാണ് മോഡേണിസ്റ്റ് റൈറ്റേഴ്സ് എന്ന് വെച്ചാൽ നോട്ടബിൾ ആയിട്ടുള്ള മോഡേണിസ്റ്റ് ഓതേഴ്സ് ജെയിംസ് ജോയ്സ്, വിർജിന വൂൾഫ്, ടി.എസ്. എലിയറ്റ്, ഏണസ്റ്റ് ഹെമിംഗ്വേ ആൻഡ് ഫ്രാൻസ് കഫ്ക എന്നിവരെയാണ് മോഡേണിസ്റ്റ് റൈറ്റേഴ്സ്. നോട്ടബിൾ ആയിട്ടുള്ള മോഡേണിസ്റ്റ് റൈറ്റേഴ്സ് ഇവരൊക്കെയാണ്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു ലിറ്റററി തിയറിയിൽ മോഡേണിറ്റി എന്ന് പറയുന്നുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിൽ എന്തൊക്കെ കാര്യങ്ങളാണെന്ന് പറയുന്നത് നോക്കാം. ലിറ്റററി തിയറിയിൽ പബ്ലിക് സ്ഫിയർ എന്താണെന്ന് വെച്ചാൽ കൺസെപ്ച്വൽ സ്പേസ് മീൻസ് ആശയപരമായിട്ടുള്ള ഒരു സ്പേസ്. അവിടെ സിറ്റിസൺസിന് എന്തും ഓപ്പണായിട്ട് ഡിസ്കസ് ചെയ്യുക, അതുപോലെ തന്നെ ഡിബേറ്റ് മാറ്റേഴ്സൊക്കെ പബ്ലിക് ഇൻട്രസ്റ്റിൻ്റെ ഡിബേറ്റ് മാറ്റേഴ്സൊക്കെ ഓപ്പണായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് സിറ്റിസണിന് പറ്റും. അതുപോലെ തന്നെ ഫോമിങ് പബ്ലിക് ഒപ്പീനിയൻ, എക്സ്ചേഞ്ച് ഓഫ് ഐഡിയാസിലൂടെ ഫോമിങ് പബ്ലിക് ഒപ്പീനിയൻ. അതുപോലെ തന്നെ പലപ്പോഴും ഇത്
ഈ ഒരു ഫെസിലിറ്റീസ് ഉണ്ടാകുന്നത് മീഡിയ ലൈക്ക് ന്യൂസ് പേപ്പേഴ്സ്, മാഗസിൻ, ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ഇതിലൊക്കെ കൂടിയിട്ടാണ് ഈ ഒരു എക്സ്ചേഞ്ച് ഓഫ് ഐഡിയാസ് ഫെസിലിറ്റേഷൻ നടക്കുന്നുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു കൺസെപ്റ്റ് പ്രൈമർലി അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത് ദ വർക്ക് ഓഫ് ഫിലോസഫർ ജുർഗൻ ഹെബർമസിൻ്റെ ഒന്നിച്ചുള്ള അസോസിയേറ്റിലാണ് ഇത് പ്രൈമർലി ഈ ഒരു കൺസെപ്റ്റ് ഉള്ളത്. അതുപോലെ തന്നെ വു തിയറൈസ്ഡ് അബൌട്ട് ആൻ ഐഡിയൽ പബ്ലിക് സ്ഫിയർ വേർ എവറി വൺ ഹാസ് ഈക്വൽ ആക്സസ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ പബ്ലിക് ഡിസ്കോഴ്സ്. അവിടെ എല്ലാവർക്കും ഈക്വലായിട്ട് എന്താക്കാൻ പറ്റും, പബ്ലിക് ഡിസ്കോഴ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു തിയറി കൊണ്ടുവന്നിട്ടുള്ള ഫിലോസഫറായ ജുർഗൻ ഹെബർമസിൻ്റെ ഒന്നിച്ച് ഈ ഒരു കൺസെപ്റ്റ് പ്രൈമർലി അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ, ഈ ഒരു പബ്ലിക് സ്ഫിയർ ക്യാരക്ടറൈസ് ചെയ്യുന്നുള്ളത് ഓപ്പൺ ആൻഡ് ഫ്രീ കമ്മ്യൂണിക്കേഷനാണ്. ഓപ്പണായിട്ടും അതുപോലെ തന്നെ ഫ്രീ ആയിട്ടും ഇൻഡിവിജ്വൽസിന് അവരുടെ കമ്മ്യൂണിക്കേഷൻ, അവരുടെ ഒപ്പീനിയൻ എക്സ്പ്രസ് ചെയ്യാൻ ഒരു പേടി കൂടാതെ, ഒരു പ്രതികാര പേടിയോ ഒന്നും കൂടാതെ അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നാണ് പറയുന്നുള്ളത് ഈ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷനിലൂടെ. സിറ്റിസൺസ് എന്ത് ചെയ്യുന്നുണ്ട്, പബ്ലിക് സ്ഫിയറിൽ എൻഗേജ്ഡ് ആണ്. എന്തിനു വേണ്ടിയിട്ട്? ടു കളക്റ്റീവ്ലി അഡ്രസ് ഇഷ്യൂസ് ഓഫ് കോമൺ കൺസേണിൻ്റെ ഇഷ്യൂസ് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ഈ ഒരു പബ്ലിക് സ്ഫിയറിൽ സിറ്റിസൺസ് എൻഗേജ്ഡ് ആണ്. അതുപോലെ തന്നെ പൊട്ടൻഷ്യലി ഇൻഫ്ലുവൻസ് പബ്ലിക് പോളിസിയൊക്കെ പൊട്ടൻഷ്യലി ഇൻഫ്ലുവൻസ് ചെയ്യാനൊക്കെ സിറ്റിസൺസ് എന്താണ് പബ്ലിക് സ്ഫിയറിൽ എൻഗേജ്ഡ് ആണ് എന്നാണ് പറയുന്നുള്ളത്. പബ്ലിക് സ്ഫിയർ എന്ന് പറയുന്നത് ഒരു തിയറിറ്റിക്കൽ കൺസെപ്റ്റാണ്. അത് സെർവ് ചെയ്യുന്നുള്ളത് നോർമേറ്റീവ് ഐഡിയലാണ്. അതെന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ എങ്ങനെയാണ് ഡെമോക്രാറ്റിക് സൊസൈറ്റി ഈ ഒരു പബ്ലിക് ഡിസ്കോഴ്സിൽ ഇൻഫോമും ഓപ്പണും ചെയ്യുന്നത് എന്ന് നോക്കാനാണ് ഈ ഒരു നോർമറ്റീവ് ഐഡിയൽ സെർവ് ചെയ്യുന്നുള്ളത് ഈ ഒരു പബ്ലിക് സ്ഫിയർ. അതുപോലെ തന്നെ റോൾസ് ഓഫ് മീഡിയ, ഈ ഒരു മീഡിയൻ്റെ റോൾ എന്താണെന്ന് വെച്ചാൽ മാസ് മീഡിയ ആയിട്ടുള്ള ന്യൂസ് പേപ്പേഴ്സും റേഡിയോസും ടെലിവിഷൻസൊക്കെ ഒരു ക്രൂഷ്യൽ റോൾ തന്നെ ഈ ഒരു പബ്ലിക് സ്ഫിയർ ഇൻഫോം ചെയ്യാൻ വേണ്ടിയിട്ടും ഷെയ്പ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഒരു ക്രൂഷ്യൽ റോൾ തന്നെ ടെലിവിഷൻ ആയാലും റേഡിയോക്കായാലും ന്യൂസ് പേപ്പറിനും ഉണ്ട് എന്നാണ് പറയുന്നത്. ഒരു ക്രൂഷ്യൽ റോൾ തന്നെയാണ് ഇതിനൊക്കെ, ഈ ഒരു മീഡിയക്കൊക്കെ ഉള്ളതെന്നാണ് പറയുന്നത്. പബ്ലിക്കിലേക്ക് ഇൻഫോം ചെയ്യാനും അതുപോലെ തന്നെ പബ്ലിക് സ്ഫിയറിലേക്ക് എല്ലാ കാര്യങ്ങളും ഇൻഫോം ചെയ്യാനും അതുപോലെ തന്നെ ഷെയ്പ്പ് ചെയ്യാനും ക്രൂഷ്യൽ റോളാണ് ഈ ഒരു മീഡിയക്കൊക്കെ ഉള്ളത്. ലിറ്റററി വർക്ക്സ് ആസ് പബ്ലിക് ഡിസ്കോഴ്സ് എന്നാണ് പറയുന്നുള്ളത്. ലിറ്റററി ടെക്സ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, കോൺട്രിബ്യൂട്ട്സ് ടു ദ പബ്ലിക് സ്ഫിയർ. അവരെന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ലിറ്റററി വർക്ക്സിൽ സൊസൈറ്റിയിൽ ഇഷ്യൂസ് അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പ്രൊവോക്ക് ഡിബേറ്റ്, അതുപോലെ തന്നെ എൻകറേജ് ക്രിട്ടിക്കൽ തിങ്കിങ് എമംഗ് റീഡേഴ്സിൻ്റെ ഇടയിൽ ക്രിട്ടിക്കൽ തിങ്കിങ്ങിന് പ്രോത്സാഹിപ്പിക്കുന്നതുമുണ്ട് ഈ ഒരു ലിറ്റററി വർക്ക്സ് എന്ന് പറയുന്നുള്ളത്. അതുകൊണ്ട് ലിറ്റററി വർക്ക്സ് ആസ് പബ്ലിക് ഡിസ്കോഴ്സ് എന്നാണ് പറയുന്നുള്ളത്. ഈ ഒരു ഓതേഴ്സ് പറയുന്നുള്ളത് പബ്ലിക് ഇൻ്റലക്ച്വൽസ് ആണ് എന്നാണ് പറയുന്നുള്ളത്. കാരണം എന്താ വെച്ചാൽ അവരുടെ റൈറ്റിങ്സിലൂടെ അവർ സോഷ്യൽ കൺസേൺസ് എന്ത് ചെയ്യുന്നുണ്ട്, ഷെയർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ പബ്ലിക് ഇൻ്റലക്ച്വൽസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നുള്ളത്. അവർ പബ്ലിക് സ്ഫിയറിൽ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് കൊണ്ടൊക്കെ ഈ ഒരു റൈറ്റേഴ്സ് സിഗ്നിഫിക്കൻറ്റ് സോഷ്യൽ കൺസേൺസിലൊക്കെ എൻഗേജ്ഡ് ആവുന്നത് കൊണ്ട് തന്നെ ഓതേഴ്സിനെ പബ്ലിക് ഇൻ്റലക്ച്വൽസ് എന്നാണ് പറയുന്നുള്ളത്. സോ ഈ ഒരു ടോപ്പിക്കിൽ ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയുന്നുള്ളത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ തീർച്ചയായും ഹെൽപ്ഫുൾ എന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ മറ്റേതൊക്കെ ടോപ്പിക്സാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് കമൻറ്റ് ചെയ്യാൽ അതൊക്കെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് വേണ്ട ടോപ്പിക്സൊക്കെ കമൻറ്റിൽ അറിയിച്ചാൽ അതൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ഇനി അടുത്ത ഇതിൻ്റെ ബാക്കി ഭാഗവുമായിട്ട് വീണ്ടും അപ്ലോഡ്